മോനെ ഈ പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞതാട്ടോ. ഇന്നെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം. കാശ് മേടിക്കാനുള്ളതാണേ. അത് നമ്മുടെ ഹരി റിയാസല്ലേ? ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ ഞാൻ വെറുതെ പറഞ്ഞു. നല്ല ആത്മാർത്ഥമല്ല കരിമാടിക്കുട്ട. കരിമാടിക്കുട്ടൻ നിന്റെ അച്ഛൻ ചച്ചോ. ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ. അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു. കാലക്കിട്ടുണ്ട്. താങ്ക്സിലൊന്നും ഒതുക്കണ്ട, നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഇനി ചെലവിന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ മുട്ടുകാലി തല്ലോടിക്കും ഞാൻ. ഗോപ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി. അന്ന് ബെറ്റ് വെച്ചിട്ട് പോയതല്ലേ? ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. ഗോപാന്ന് സരോജം, നീ ആ കണ്ണം നിറച്ചേ. ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ, അതിനല്ല. നീ ആ കണ്ണം കടച്ചിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു, കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല, മറ്റേ ഹാൻഡ്സ് ഫ്രീ. ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. വൈദ്യണ്ണ, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേരട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യണ്ണ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി. ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ? എന്താ പറയണ നോക്കാം. വേണ്ട ഗോപ, താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ? കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാ. മനസ്സിലായല്ലോ? എന്ത് പറ്റി? തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ, അവന്റെ. ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ലി. സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്കെന്നും ആശ്വാസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യണ്ണ. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ ഇടക്ക് അവൻ മുങ്ങിയാ. എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന്റെ ആങ്ങളെയാണെന്ന് തോന്നണേ. അങ്ങനെ പോകട്ടെ. നോക്കി നിൽക്കാണ്ട് ഇവിടെ തല തല്ലി പൊളിക്കണം. ഓടിച്ചിട്ട് പിടിക്കണ നിന്നോടല്ലടാ. എന്നെ ഓടിക്കണടാ. എനിക്ക് ആവത്തില്ലാത്താണ്. എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ? എന്താ മുതലാളി? എന്താടാ? എന്നെ ഒന്നും ചെയ്യില്ല സാറേ. എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ. ഹലോ. ഹലോ മാഡം, ഞാൻ ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ച് അറിയണ്ടേ? നാളെ രാവിലെ 9 മണിക്ക് ലേക്ക് വ്യൂവിൽ വന്നാ മതി. ഹലോ സർ, ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? ഒന്നുകിൽ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു തീരുമാനം. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ അറിയാം. സ്വാമിനാഥൻ എവിടെ? നീ അത് പറ. സ്വാമിനാഥൻ വരും. എപ്പോ? സ്വാമിനാഥൻ പറഞ്ഞൊരു കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ. നിങ്ങൾ ഒരുമിക്കണം. അതൊന്നും നടക്കില്ല. നടക്കരുത്, അതന്നെയാണ് എന്റെ അഭിപ്രായം. പേരും പ്രശസ്തിയുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ്, സ്വന്തം ഭാര്യയാണെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തലകുനിച്ചു എന്ന് പറഞ്ഞ മോശമല്ലേ? മകൻ തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല, മുട്ടുമടക്കരുത്.
മാഡം അതെ തല താഴ്ത്തരുത്. ആഫ്റ്റർ ഓൾ സ്വന്തം മകന് വേണ്ടിയെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യരുത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ എന്റെ മോനോട് ഞാൻ പറഞ്ഞോളാം. അവൻ എവിടെ ഉണ്ടെന്ന് പറ. അഡ്രസ് എന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. മകന് നിങ്ങളെ കാണണ്ടെങ്കിലോ? മോളെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ അങ്കിൾ ഇവർ ഒരുമിച്ചാലേ വരൂ എന്നുള്ള വാശിയില്ല സ്വാമിനാഥൻ. സ്വന്തം മക്കളെ കുറിച്ച് ഏത് അച്ഛനമ്മമാരും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കോ? നാളെ സ്വാമിനാഥന്റെ പിറന്നാളാ, അതുപോലെ ഇവര് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നത്. അങ്കിൾ വന്നേ. നിന്നെ 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 ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. ആ പട്ടൊരു കുട്ടിയെ കുറിച്ച് മോൾക്കറിയാം. എങ്ങനെ അറിയാൻ? അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതോ? ഓ അതോ, അത് ഞാനെന്നാ വൈദ്യനാഥ പട്ടർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നപ്പോ ചോദിച്ചു മനസ്സിലാക്കിയതല്ലേ. ദേ പിന്നെയും കൺഫ്യൂഷൻ. സത്യമായിട്ടും പറ, സത്യാണോ? സത്യമായിട്ടും സത്യ. എന്നാ പിന്നെ അവരെന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കണേ? എത്രയും വേഗം തെറ്റ് സമ്മതിച്ച് ഒഴിയാൻ നോക്ക്. കളിച്ച് കളിച്ച് അവസാനത്ത് തീക്കളിയാവും. ഈശ്വര, ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ട്. അവിടെ ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ എന്തിനാ ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കണേ? മാഡം ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. ഒരു പുഷ്പാർച്ചന. ആ പേരും നാളും പറഞ്ഞോളൂ. സ്വാമിനാഥൻ അനിഴം. ആ രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നുല്ലേ? സന്തോഷായി. പുഷ്പാർച്ചന, സ്വാമിനാഥൻ അനിഴം. ഹൈ, അപ്പൊ ശത്രുത മാറിയില്ലേ? ആ നിർത്ത്. എന്താ സാർ? ബുക്കും പേപ്പറും ഉണ്ടോ? ബുക്കില്ല, പേപ്പർ ഉണ്ട് സാർ. വായിച്ചിട്ട് തരണേ. ഇതല്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തോണ്ട് സാറിന് എടുത്തേക്കല്ലേ. കൊണ്ടുവാടോ. ആ ഇത് നമ്മുടെ സാറല്ലേ? അതെ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ദൈവം അന്ന് ഏത് കാലമായിരുന്നു ഞുണ്ട്? ഇത് തന്നെ ആയിരിക്കും. അയ്യോ കഴിവയ്യേ. സാർ നമസ്കാരം. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന്. ആണോ? അത് ശരി. എന്നിട്ട് അയാൾ വളരെ റഫ് ആയിട്ടാണല്ലോ സാർ എന്റെ അടുത്ത് പെരുമാറിയത്? അയാളോ? നമുക്ക് അയാളങ്ങ് സസ്പെൻഡ് ചെയ്താലോ? എങ്ങനെ? വേണ്ട സാർ, പാവം വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടല്ല, എങ്ങനെയും ജീവിച്ച് പോട്ടെ സാർ. പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ? നീ ഇന്ന് തനിച്ചുള്ളോ? മറ്റേ അന്തനവിടെ? ഏതെന്തേ? അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ. ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവ് മരിച്ചു പോയി സാർ. അത് പോട്ടെ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞു, ഇതിന്റെ കാലിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? കാലിന് അന്നത്തെ തിരക്കിൽ ഞാനും പറയാൻ വിട്ടുപോയി. അമ്മ പോളിയോ എടുക്കാൻ മറന്നുപോയതാണ് സാർ. അമ്മ പോളിയോ എടുക്കാൻ പറഞ്ഞതിന് നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത്? അമ്മ എന്റെ കാലിനാണ് സാർ പോളിയോ എടുക്കാൻ മറന്നുപോയത്. പാവം അമ്മയല്ലേ സാർ. ഇപ്പൊ എവിടെയാണോ എന്തോ. നീ വിഷമിക്കണ്ട, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അയാളൊന്ന് കണ്ടാലോ? പിന്നെന്താ, നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ? പോട്ടെ സാർ. എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ കാണാലോ. ഇറങ്ങി വാടാ ഡോക്ടറെ. ഇത് ഡോക്ടറൊന്നുമില്ല സാറിന് വെറുതെ പറ്റിക്കാട്ടോ. ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി. സാർ എന്നോട് ക്ഷമിക്കണം സാർ. എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം. കൈക്കൂലി പണിക്ക് തരാം. സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ് അല്ലേ? കുറെ നാളെ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് ഇട്ടല്ലോ സാർ. കാശും തരൂല, ഇപ്പൊ കളിയാക്കാനും തുടങ്ങി. ഇവരങ്ങനെ വെറുതെ വിടരുത് സാറേ. ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികണേ നിർത്തിക്കൊണ്ട് മനസ്സിലായല്ലോ. ഈയുടെ കാശ് കൊടുക്കും. ഒരു 2 വർഷം ഒരു 2 വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല. അതുകൊണ്ട് ഒരു 10 ദിവസം. എന്ത് പറയുന്നു? സാറ് പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എന്താ സാറിന് വിശ്വാസമില്ലേ? സാർ ഉറപ്പ് പറഞ്ഞു. ഉറപ്പാ, ഞാൻ തന്നില്ലെങ്കിൽ സാർ തരും ഇല്ലേ സാർ? 10 ദിവസത്തിനകം ഈയുടെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ല. അതെന്താ സാർ? 3 ദിവസത്തിനുള്ളിൽ തന്നെ അതായിരിക്കും നല്ലത്. പോരേടോ. മതി, വലിയ ഉപകാരം സാർ. എന്നാ സാർ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട് പോകുന്നു? ഇയാളെ കൊണ്ട് വീട്ടിലാക്കിട്ട് പോയാൽ മതി. ഓക്കെ സാർ, ബെസ്റ്റ് ഓഫ് ലക്ക്. ബസ് സ്റ്റോപ്പിലേക്കല്ല, വീട്ടിലേക്ക്. ഓക്കെ സാർ. ഞാൻ എന്തിനാ ചോട്ടനെ? ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ. ഇവനൊക്കെ തൂക്കി അകത്തിട്.